ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറായി ആഫ്രിക്കൻ വേരുകളുള്ള ഇന്ത്യൻ വംശജനായ ഒരു മുസ്ലിം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ജെറുസലേമിനേക്കാൾ ജൂത ജനസംഖ്യയുള്ള നഗരത്തിൽ നിരുപാധികം ഫലസ്തീനൊപ്പം നിലയുറപ്പിച്ച ആ 33-കാരൻ കോർപ്പറേറ്റ് ഭീമന്മാരുടെ നാട്ടിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് നടത്തിയ ധീരമായ പോരാട്ടം ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റും കോർപ്പറേറ്റുകളും മാധ്യമ ഭീമന്മാരുമെല്ലാം പഠിച്ച പണി 18 നോക്കിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും നാടിന് തന്നെ ആപത്തെന്ന് കുപ്രചാരണങ്ങൾ നടത്തിയിട്ടും ന്യൂയോർക്ക് ആ യുവാവിനെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ടൈംസ് സ്ക്വയറിലെ ബിൽബോർഡുകളിൽ ആ പേരും അയാളുടെ ചിത്രങ്ങളും നിറഞ്ഞിരിക്കുന്നു. എല്ലായിടത്തും ഒറ്റ പേര് മാത്രം, സൊഹ്റാൻ മംദാനി. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. സൊഹ്റാൻ മംദാനിയുടെ വിജയം പലതരത്തിലും ചരിത്രപരമാണ്. ആദ്യ മുസ്ലിം, ആദ്യ സൗത്ത് ഏഷ്യക്കാരൻ, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, അങ്ങനെ പലതരത്തിലും. എന്നാൽ സമ്പന്നരുടെ കേവല ഉത്കണ്ഠകളേക്കാൾ അടിസ്ഥാന വർഗത്തിന്റെ സാമൂഹ്യ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നിടത്താണ് സൊഹ്റാൻ മംദാനി രാഷ്ട്രീയ പ്രസക്തി അർഹിക്കുന്നത്, അതും ന്യൂയോർക്കിൽ. ആ വിജയം അതുകൊണ്ട് തന്നെ അമേരിക്കൻ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു വിപ്ലവ പ്രഖ്യാപനം തന്നെയാണ്. 1991 ഒക്ടോബർ 18 ഉഗാണ്ടയിലാണ് ജന്മമെങ്കിലും ഇക്കാലയളവത്രയും ഇന്ത്യൻ വംശജൻ എന്ന പാരമ്പര്യം സൊഹ്റാൻ മംദാനി ഉയർത്തിപ്പിടിച്ചിരുന്നു. ഇന്ത്യൻ അമേരിക്കൻ ചലച്ചിത്ര സംവിധായിക മീര നായരിന്റെയും ഇന്ത്യൻ വേരുകളുള്ള ഉഗാണ്ടൻ രാഷ്ട്രീയ ചിന്തകൻ മഹ്മൂദ് മംദാനിയുമാണ് മാതാപിതാക്കൾ. അവർക്കൊപ്പം ചെറുപ്പത്തിൽ തന്നെ അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം. ഇന്ത്യൻ ആഫ്രിക്കൻ വേരുകളുള്ള മുസ്ലിം കുടിയേറ്റക്കാരൻ, ഇതായിരുന്നു സൊഹ്റാന്റെ എല്ലാ കാലത്തെയും സ്വത്വബോധം. ആ സാമൂഹ്യ പരിസരമാണ് മംദാനി എന്ന രാഷ്ട്രീയക്കാരനെ രൂപപ്പെടുത്തിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ സമ്പന്ന നഗരത്തിലെ സാധാരണക്കാർക്ക് വേണ്ടിയായിരുന്നു സൊഹ്റാന്റെ എല്ലാ കാലത്തെയും പ്രവർത്തനങ്ങൾ. താങ്ങാനാവാത്ത വിലക്കയറ്റം, ഉയർന്ന ജീവിത ചെലവ്, ഉയർന്ന വീട് വാടക പോലെ സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളായിരുന്നു സൊഹ്റാൻ ഏറ്റെടുത്തത്. ന്യൂയോർക്ക് എന്നാൽ 85 ലക്ഷത്തോളം ജനങ്ങൾ പാർക്കുന്ന നഗരമാണ്. വാൾസ്ട്രീറ്റ് ജേണലിന്റെയും കോർപ്പറേറ്റ് ഭീമന്മാരുടെയും നാട്. അവിടെ നിന്നുകൊണ്ടാണ് വൻകിട സമ്പന്നർക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തണമെന്ന് മംദാനി ആവശ്യപ്പെടുന്നത്. അവർക്ക് അനുകൂലമായുള്ള നയരൂപീകരണത്തെയാണ് അദ്ദേഹം എതിർക്കുന്നത്. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്നാണ് മംദാനി സ്വയം വിശേഷിപ്പിക്കുക. സാധാരണക്കാരനെ പിഴിയുന്ന മുതലാളിത്തമാണ് നാട് നേരിടുന്ന ഭീഷണി എന്ന സോഷ്യലിസ്റ്റ് യുക്തിയാണ് മംദാനിയുടേത്. ന്യൂയോർക്കിന്റെ മുൻ മേയർമാരെ പോലെ കോർപ്പറേറ്റുകൾക്ക് കുഴലൂത്തുകാരനാകാനല്ല, അവർ തഴഞ്ഞിരുന്ന യുവ തൊഴിലാളി വർഗ ബഹുവംശീയ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ മംദാനിയെ പ്രേരിപ്പിക്കുന്നത് ആ സോഷ്യലിസ്റ്റ് യുക്തിയാണ്. റിയൽ എസ്റ്റേറ്റ് വിപണിയുടെ വേട്ടയാടലിനെ ചെറുക്കാൻ കെട്ടിട വാടകയ്ക്ക് പരിധി, പൗരന്റെ അവകാശമായി സൗജന്യ ബസ് യാത്ര, ഭക്ഷ്യരംഗത്ത് വിവേചനമില്ലാതാക്കാൻ മുനിസിപ്പൽ ഉടമസ്ഥതയിലുള്ള പലചരക്ക് കടകൾ, സാർവത്രികമായി സൗജന്യ ശിശു സംരക്ഷണം, ഇതൊക്കെയായിരുന്നു മംദാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ. ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വംശഹത്യയാണെന്ന് പറയുന്നതിലും മംദാനിക്ക് മടിയുണ്ടായിരുന്നില്ല. അന്താരാഷ്ട്ര നിയമങ്ങളെ അംഗീകരിക്കുന്ന ഒരാളെന്ന നിലയിൽ ന്യൂയോർക്കിൽ കാലുകുത്തുന്ന നിമിഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് വരെ മംദാനി പറഞ്ഞു. അതേപോലെ തന്നെ ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള സമരങ്ങളുടെ മുൻനിരയിലും മംദാനി ഉണ്ടായിരുന്നു. എതിർ സ്ഥാനാർത്ഥി ആൻഡ്രൂ കോമയ്ക്ക് വേണ്ടി ശതകോടീശ്വരന്മാർ കോടികൾ വാരിയെറിഞ്ഞപ്പോൾ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയായിരുന്നു മംദാനി പണം കണ്ടെത്തിയത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വോളണ്ടിയർമാരെ അണിനിരത്തിയും മംദാനി തിരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോയി. ഓരോ വീടുകളിലും വോളണ്ടിയർമാരെത്തി സൊഹ്റാന്റെ ആശയ പ്രചാരണം നടത്തി. ഉറുദുവും സ്പാനിഷും സംസാരിച്ച് വിവിധ വിഭാഗങ്ങൾക്കിടയിലേക്ക് മംദാനി കടന്നു ചെന്നു. ഡെമോക്രാറ്റ് ആയിട്ട് പോലും ആ പാർട്ടിയിലെ തന്നെ മധ്യപക്ഷക്കാരായ ഒരു വിഭാഗം മംദാനിയെ എതിർത്തിരുന്നു. തോൽപ്പിക്കാൻ കോടികൾ ഒഴുക്കി. എതിർ സ്ഥാനാർത്ഥിക്കായി പ്രചാരണങ്ങൾ നടത്തി. മറുഭാഗത്ത് ട്രംപ് ആകട്ടെ മംദാനി ജയിച്ചാൽ ന്യൂയോർക്കിനുള്ള ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുമെന്ന് പോലും ഭീഷണി മുഴക്കി. മുസ്ലിം സ്വത്വത്തെ ചൂണ്ടിക്കാട്ടി ജിഹാദി എന്ന് ആക്ഷേപിച്ചു. പക്ഷേ അന്നാട്ടിലെ ജൂത സമുദായമടക്കം മംദാനിക്ക് പിന്നിൽ അണിനിരന്നു. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് ജനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ന്യൂയോർക്ക് മംദാനിയെ തങ്ങളുടെ മേയറാക്കിയിരിക്കുന്നു.